തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരാനിരിക്കുന്നു. വൈകുന്നേരം യോഗം ആരംഭിക്കും. തുടർ നടപടികൾ സംബന്ധിച്ചുള്ള തീരുമാനം യോഗത്തിലുണ്ടാകും. 4 മണിക്കാണ് മഞ്ചേരിയിൽ വെച്ച് യോഗം ചേരുക. നാളെ TMC സംസ്ഥാന പ്രവർത്തക സമിതിയും ചേരുന്നുണ്ട്. ഷബീർ ഒമർ ചേരുന്നുണ്ട്. ഷബീർ, TMCയിലായിരിക്കും, യോഗത്തിലായിരിക്കും ഒരുപക്ഷെ എന്ത് തീരുമാനത്തിലേക്ക് എത്തണം, ഒറ്റയ്ക്ക് മത്സരിക്കണോ എന്നൊക്കെയുള്ള കാര്യത്തിലേക്ക് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് അൻവർ എത്താൻ സാധ്യത. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു 10 ആളുകളെ അവിടുന്ന് മമതാ ബാനർജി വിട്ടുതരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മന്ത്രിമാരൊക്കെ വന്ന് വലിയ പ്രചാരണം നടത്തുമെന്നൊക്കെ ഉള്ള ഒരു ആത്മവിശ്വാസത്തിന്റെ സംസാരം ഇന്നലെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത നിലവിൽ എന്താണ്? അൻവറിന്റെ ക്യാമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് കണക്കുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്? ധന്യ, ഇപ്പോഴുണ്ടായ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാകില്ല എന്ന് ഉറപ്പായാൽ മാത്രമേ കടുത്ത തീരുമാനത്തിലേക്ക് PV അൻവറും സംഘവും കടക്കൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അതിന് മുന്നോടിയായി ഇപ്പോഴുണ്ടായ ഈ പ്രതിസന്ധി ഈ പ്രശ്നപരിഹാര സാധ്യത കുറയ്ക്കുന്നതാണ്, അല്ലെങ്കിൽ എളുപ്പത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകില്ല എന്നൊരു വിലയിരുത്തൽ കൂടി PV അൻവറിനും ഒപ്പം തന്നെ TMC നേതാക്കൾക്കുമുണ്ട്. ആ നിലയ്ക്കാണ് അവർ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ ഇന്നിപ്പോൾ TMCയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. മഞ്ചേരിയിൽ വെച്ചാണ് യോഗം ചേരുക. ഈ യോഗത്തിൽ പ്രാഥമികമായി നേരത്തെ മത്സരിക്കാനുള്ള തീരുമാനമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യും. മത്സരിച്ചാൽ എന്ത് സാധ്യതയാണുള്ളത്, അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളും ചർച്ച ചെയ്യും. ശേഷം നാളെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗവും ചേരും. ഈ യോഗത്തിൽ എന്തായാലും ഒരു പ്രഖ്യാപനത്തിലേക്ക് കടക്കാനാണ് സാധ്യത. PV അൻവറിപ്പോൾ ഒരു പരസ്യ പ്രതികരണത്തിന് ഈ ഒരു ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല. എന്നാൽ പോലും മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ, മുന്നൊരുക്കങ്ങൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് PV അൻവറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് ഇന്നലെ ചില ഫ്ലെക്സ് ബോർഡുകൾ, PV അൻവറിൻ്റെതായ ചില ഫ്ലെക്സ് ബോർഡുകൾ മണ്ഡലത്തിലുടനീളം പ്രത്യക്ഷപ്പെട്ടത്. PV അൻവർ തുടരും എന്നതടക്കം രേഖപ്പെടുത്തിയ ഫ്ലെക്സ് ബോർഡുകളാണ് മണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ആ നിലയ്ക്കുള്ള മുന്നൊരുക്കങ്ങൾ TMC പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നു. എന്തായാലും ഒരു മത്സര സാധ്യത അടച്ചു കളയുന്നില്ല. മത്സരിക്കാൻ സന്നദ്ധനായി തന്നെയാണ് PV അൻവർ നിലനിൽക്കുന്നത്. ഒപ്പം തന്നെയാണ് ഇന്നലത്തെ ചർച്ച, കൂടിക്കാഴ്ച അലസിയതിൽ KC വേണുഗോപാലിനെ കാണാനുള്ള ശ്രമം PV അൻവർ നടത്തിയതുമായി ബന്ധപ്പെട്ട് ഫോണിലൂടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി. ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നെന്നാണ് PV അൻവർ ക്യാമ്പ് പറയുന്നത്. പിന്നീട് അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കോഴിക്കോട്ടേക്ക് പോകുന്നു. ഈ കാണാൻ തീരുമാനിച്ച യോഗത്തിൽ നിന്ന് KC വേണുഗോപാൽ പിന്മാറിയത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് എന്നാണ് PV അൻവർ ക്യാമ്പ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഒരു പ്രശ്നപരിഹാര സാധ്യത കുറയ്ക്കുന്നതാണ് ഇപ്പോഴത്തെ നടപടികളെന്നും TMCയും PV അൻവറും വിലയിരുത്തുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം PV അൻവറിന്റെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അദ്ദേഹം കാര്യമായ കാര്യങ്ങൾ ഉച്ചയ്ക്ക് ശേഷം പറയാൻ സാധ്യതയില്ല. കാരണം തൃണമൂൽ കോൺഗ്രസിന്റെ യോഗം ചേർന്നതിന് ശേഷം മാത്രമേ തീരുമാനത്തിലേക്ക് എത്തൂ എന്നായിരിക്കും. അങ്ങനെ ചിന്തിക്കാമോ? കഴിഞ്ഞ പ്രസ് മീറ്റുകളെല്ലാം ഞെട്ടിച്ചിട്ടുണ്ട്, അത് കോൺഗ്രസ് നേതാക്കളെയും ഞെട്ടിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷമുള്ള അൻവറിന്റെ ഭീഷണിക്ക് ശേഷവും ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളുടെയും ഒപ്പം തന്നെ ലീഗ് നേതാക്കളുടെയും ഒക്കെ ഒരു ആ വെപ്രാളം, അതിലൊരു ആരം കാണുന്നുണ്ട് അൻവർ എന്ന് തോന്നിക്കുന്നതായിരുന്നു അത് കഴിഞ്ഞുള്ള പ്രസ് മീറ്റ്. അപ്പം ഇന്നും സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു ഭീഷണി പ്രസ് മീറ്റിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? അതന്നെ, തീർച്ചയായും ഒരു സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായാണ് PV അൻവർ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ പ്രതികരിച്ചത്. അതിനനുസരിച്ചുള്ള വാക്കുകളും പ്രയോഗങ്ങളുമാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ ആ നിലയ്ക്കുള്ള ചില സംസാരങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകാം. പക്ഷേ ഒരു തീരുമാനം എന്ന നിലയ്ക്ക് മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമൊന്നും ഇന്ന് പ്രഖ്യാപിക്കില്ല. അക്കാര്യമാണ് TMC യോഗത്തിന് ശേഷം മാത്രം പ്രഖ്യാപിക്കുക. ഒപ്പം തന്നെയാണ് ഇന്ന് അദ്ദേഹം കാണുകയാണെങ്കിൽ, ഉച്ചയ്ക്ക് ശേഷം ഈ യോഗത്തിന് മുമ്പ് കാണുകയാണെങ്കിൽ, ഇന്നലത്തെ യോഗത്തിന് വേണ്ടി അദ്ദേഹം പുറപ്പെട്ടു, കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടു, KC വേണുഗോപാലിനെ കാത്തുനിന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ചിലപ്പോൾ ചില രൂക്ഷമായ പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ ക്യാമ്പ് പറയുന്നതനുസരിച്ച് കോൺഗ്രസിന്റെ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് KC വേണുഗോപാൽ ഈ കൂടിക്കാഴ്ചയിൽ നിന്ന് പിന്മാറിയതെന്നാണ്. അത് വലിയ തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായി എന്നാണ് PV അൻവർ ക്യാമ്പ് പറയുന്നത്. ഇല്ലെങ്കിൽ ഇന്നലെ തന്നെ KC വേണുഗോപാലുമായി പിണക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതായത് KCയെ കാണാൻ വേണ്ടി അൻവർ എത്തി, പക്ഷേ കാണാൻ അൻവറിന് താല്പര്യമില്ലായിരുന്നു, ഇല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ലായിരുന്നു എന്ന് KC തീരുമാനിക്കുന്നതിനോട് അൻവറിനൊരു പിണക്കമുണ്ടോ? നേരത്തെ നമുക്കറിയാം KC വേണുഗോപാലിനെ കുറിച്ച് PV അൻവർ എന്താണ് പറഞ്ഞതെന്ന്. ഇന്നലെ അതെങ്ങനെ തിരുത്തി പറഞ്ഞു എന്നറിയാം. ഇന്ന് അത് വീണ്ടും തിരുത്താനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ? ധന്യ, KC വേണുഗോപാലിനെ പെട്ടെന്ന് അങ്ങ് തള്ളിക്കളയുന്ന നിലപാടിലേക്ക് PV അൻവർ ഈ ഒരു ഘട്ടത്തിൽ കടക്കുമെന്ന് നമുക്ക് കരുതാൻ വയ്യ. കാരണം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മുഴുവൻ PV അൻവറിനെതിരെ തിരിഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിലാണ്. കഴിഞ്ഞ ദിവസത്തെ KC വേണുഗോപാലിന്റെ പ്രതികരണം നമ്മൾ ശ്രദ്ധിക്കണം. K സുധാകരന്റെ പ്രതികരണത്തിന് ശേഷമാണ് KC വേണുഗോപാൽ PV അൻവറിനെ തള്ളാതെയാണ് പ്രതികരണം നടത്തിയത്. അദ്ദേഹത്തെ കൂടെ കൂട്ടുമെന്ന നിലയ്ക്ക് തന്നെയായിരുന്നു പ്രതികരണം. അതിനുശേഷമാണ് ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ PV അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ആ നിലയ്ക്കുള്ള ക്രമീകരണങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും പക്ഷേ ഈ സമ്മർദ്ദത്തിന് KC വേണുഗോപാൽ കീഴടങ്ങി
എന്നുള്ളത് പി വി അൻവറിന് മുഷിച്ചിലുണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിനത് വലിയ തരത്തിലുള്ള മാനഹാനി ഉണ്ടാക്കി എന്നുകൂടി വിലയിരുത്തലുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രചാരണം നടക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ആ ഒരു അതൃപ്തി അദ്ദേഹം പരസ്യമാക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതൊരു കടുത്ത പ്രതികരണങ്ങളിലേക്ക് കടക്കാൻ സാധ്യതയില്ല. എന്തായാലും അവസാനത്തെ ആശ്രയവും അല്ലെങ്കിൽ അവസാനത്തെ പ്രതീക്ഷയും ഈ ഒരു ഘട്ടത്തിൽ അവസാനിപ്പിക്കാൻ പി വി അൻവർ തയ്യാറാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഏറ്റവും ഒടുവിലത്തെ തീരുമാനമായിട്ടായിരിക്കും മത്സരിക്കാൻ പി വി അൻവർ മത്സര രംഗത്തേക്ക് ഇറങ്ങുക. അതിനു മുമ്പ് പരമാവധി പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതകൾ അദ്ദേഹവും തേടുന്നുണ്ട്. കോൺഗ്രസ് എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നത് അതിനേക്കാൾ ഇരട്ടി അല്ലെങ്കിൽ അതുപോലെ തന്നെ പി വി അൻവറും ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം രാഷ്ട്രീയമായി അദ്ദേഹത്തിന് വലിയ ക്ഷീണം ഒരു മത്സരത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഉണ്ടാക്കുമെന്ന വിലയിരുത്തൽ പി വി അൻവറിന് തന്നെയുണ്ട്. അപ്പോൾ ഒരു പ്രശ്നപരിഹാരം എന്ന നിലയിലേക്ക് മുന്നോട്ട് പോയി